കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് ഇരട്ടി മധുരം നൽകിക്കൊണ്ട് വിവിധ പ്രായവിഭാഗങ്ങളിലുള്ള ഇന്ത്യൻ ദേശീയ ടീമുകളിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FC താരങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ക്ലബിന്റെ മികച്ച പരിശീലന രീതികളുടെയും താരങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ഫലമായാണ് ഈ നേട്ടം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം വന്നത് ഇന്ത്യൻ സീനിയർ ടീമിൽ നിന്നാണ്. 2027 AFC ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കായി തയ്യാറെടുക്കുന്ന ബ്ലൂ ടൈഗേഴ്സ് നിരയിൽ ബ്ലാസ്റ്റേഴ്സ് മിഡ്ഫീൽഡർ ഡാനിഷ് ഫാറൂഖ് ഇടം പിടിച്ചു. മാർച്ച് 31 കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ഹോങ്കോങ്ങിനെതിരെയാണ് ഇന്ത്യയുടെ മത്സരം. ഹെഡ് കോച്ച് ഖാലിദ് ജമീൽ പ്രഖ്യാപിച്ച ടീമിൽ ഡാനിഷിന്റെ സാന്നിധ്യം മധ്യനിരയ്ക്ക് കൂടുതൽ കരുത്ത് പകരുമെന്നാണ് കരുതപ്പെടുന്നത്. അണ്ടർ 23 വിഭാഗത്തിലും ബ്ലാസ്റ്റേഴ്സിന്റെ സാന്നിധ്യം ശക്തമാണ്. അരുണാചൽ പ്രദേശിലെ യുപിയിൽ നടക്കാനിരിക്കുന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങൾക്കുള്ള ടീമിലേക്ക് മുഹമ്മദ് അജ്സലിനെയും എബിസാദ് യേശുദാസിനെയും തിരഞ്ഞെടുത്തു. ഹെഡ് കോച്ച് നൌഷാദ് മൂസയുടെ കീഴിൽ ഭൂട്ടാൻ, താജിക്കിസ്ഥാൻ എന്നിവർക്കെതിരെയാണ് ഇന്ത്യ കളിക്കുന്നത്. മാർച്ച് 25 മുതൽ 31 വരെ നടക്കുന്ന ഈ ടൂർണമെന്റിൽ ബ്ലാസ്റ്റേഴ്സ് യുവതാരങ്ങളുടെ പ്രകടനം നിർണായകമാകും. യൂത്ത് തലത്തിലും ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ മികവ് തെളിയിക്കുന്നു. മാലദ്വീപിൽ പുരോഗമിക്കുന്ന സാഫ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയങ്കൻബ സിംഗ്, തോക്ചോം, പ്രണവ് സുന്ദരരാമൻ, അൽ സാബിത്ത് എന്നിവർ ഇടം നേടി. മാർച്ച് 23 മുതൽ ഏപ്രിൽ 3 വരെ നടക്കുന്ന ഈ ടൂർണമെന്റിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവരാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാന എതിരാളികൾ. കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യവുമായാണ് ഇന്ത്യ ഇറങ്ങുന്നത്. റിലയൻസ് ഫൗണ്ടേഷൻ ഡെവലപ്മെന്റ് ലീഗിലെയും I-League സെക്കൻഡ് ഡിവിഷനിലെയും മികച്ച പ്രകടനമാണ് ഈ യുവതാരങ്ങൾക്ക് ദേശീയ ടീമിലേക്കുള്ള വഴി തുറന്നത്. ക്ലബിന്റെ അക്കാദമി സംവിധാനത്തിന്റെ വിജയമാണത്. പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ യൂത്ത് സിസ്റ്റത്തിലൂടെ വളർന്നു വന്ന ദേശീയ ടീമിലെത്തിയ അൽ സാബിത്തിന്റെ നേട്ടം വലിയ ആവേശമാണ് ആരാധകർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രാദേശിക പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിൽ ക്ലബ്ബ് വിജയിക്കുന്നു എന്നതിന്റെ അടയാളമാണിത്. സീനിയർ, അണ്ടർ 23, അണ്ടർ 20 തലങ്ങളിൽ ഒരേ സമയം 6 ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഇന്ത്യൻ ജേഴ്സി അണിയുന്നത് ചരിത്രപരമായ നേട്ടമാണ്. ഈ താരങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഔദ്യോഗിക കുറിപ്പ് പുറത്തിറക്കി.